ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചെമ്മീൻ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമ്മൾ മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത മസാല ഏകദേശം ഇതൊക്കെ തന്നെയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്ത മസാല. പിന്നെ അഡീഷണൽ ആയിട്ട് ചേർത്ത് കൊടുത്തത് കോൺഫ്ലവർ ആണ് കേട്ടോ. കോൺഫ്ലവറും ഫുഡ് കളറുമാണ്. നമ്മൾ ഇതിലേക്ക് ഒരു റെഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് അതുകൊണ്ട് നമ്മളെ കളർ കുറച്ച് കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ മിക്സിങ്ങിലാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ജസ്റ്റ് ഒരു ഫോക്ക് എടുത്തിട്ട് ഒന്ന് കുത്തി കൊടുത്താലും മതി. അപ്പോൾ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ നമ്മളെ ചെമ്മീനുമേ. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഏകദേശം 1.5 കിലോ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തൊലി കളഞ്ഞെടുക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മളിവിടെ കുറച്ച് ആളിലോട്ട് അത് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് വേണ്ടത് സവാളയാണ് കേട്ടോ. സവാളയും തക്കാളിയാണ്. നമ്മുടെ നാട്ടിൽ അധികം ഉള്ളി എന്നാട്ടോ പറയാറുള്ളത്. അപ്പോൾ നമ്മൾ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് നുറുക്കി വെച്ചിട്ടുണ്ട്. ചെറുതാക്കി അരിയാം കേട്ടോ, എന്നാലേ പെട്ടെന്ന് വഴറ്റി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തക്കാളി ജസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് അരിയാന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ ചെമ്മീൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടോ. എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും കേട്ടോ ചെമ്മീൻ്റെ. കാരണം മസാലയ്ക്ക് പിടിച്ച് വരുമ്പോഴേക്കും ഒരു ടൈം ആവും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുരുമുളകും ഗരം മസാലയുടെ ഒക്കെ മണം നല്ല ഉണ്ട് കേട്ടോ നമ്മളെ ചെമ്മീനിൽ. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമായതാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ് കേട്ടോ. അതായത് ജിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലി പേസ്റ്റ്. അപ്പോൾ നമ്മൾ അതൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. പിന്നെ അതിലേക്ക് ആവശ്യമായ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സൺഫ്ലവർ ഓയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെൽത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അധികം സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കുന്നത്. പിന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് സ്റ്റൗവിലാണ്. അപ്പോൾ നമ്മൾ ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലാണ് നമ്മൾ ചെമ്മീൻ പൊരിച്ചെടുക്കുന്നതും മസാലയൊക്കെ ഉണ്ടാക്കുന്നത് അതിൽ തന്നെയാണ്. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാലയും തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഏകദേശം കുറച്ച് മതി, നമ്മളെ ഈ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മതി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം ഓയിലൊക്കെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളത്. നമ്മൾ ചില വീട്ടിലുള്ള ചില അംഗങ്ങൾക്കൊന്നും ഓയിൽ വല്ലാതെ പറ്റില്ല. അപ്പോൾ എനിക്ക് ബേസിക്കലി ഭയങ്കര ഇഷ്ടമാണ് ഓയിലൊക്കെ യൂസ് ചെയ്യുന്നത്, കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഓയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത് ചൂടാവാൻ വെയിറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് നമ്മളെ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. സെക്കൻഡ് ട്രിപ്പായിട്ട് 2-3 ട്രിപ്പായിട്ട് പൊരിച്ചെടുക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ തന്നെ ഒന്ന് വേറെടുത്തി കൊടുക്കുക. കാരണം അത് നമ്മളെ ബിരിയാണിക്ക് അങ്ങനെ ഇട്ട് ശരിയാവില്ല കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ വേറെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചിച്ചാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അങ്ങനെ ഏകദേശം നമ്മൾ ഇതായാൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ, മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ലോ ഫ്ലെയിമും ഹൈ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമും ഒക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതായത് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ആണ് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്ത് ജോലി ചെയ്യുമ്പോഴും മൂളിപ്പാട്ട് പാടിയിട്ടാണ് കേട്ടോ ഓരോ ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനോടൊരു വെറുപ്പ് തോന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെയാണ്, എപ്പോഴും പാട്ട് പാടിയിട്ടും അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു വെറുപ്പ് തോന്നില്ല കേട്ടോ. ഞാനീ പറഞ്ഞതൊരു ടിപ്പായിട്ട് എടുത്ത് നോക്കി കേട്ടോ. കാരണം നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴാണെങ്കിലും, നമുക്ക് വെറുപ്പുള്ള ജോലി ചെയ്യുമ്പോഴാണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കേൾക്കാൻ രൂപത്തിൽ കേട്ടോ, വേറെയുള്ളവർ കേൾക്കാൻ രൂപത്തിലല്ല, നമ്മൾ കേൾക്കാൻ രൂപത്തിൽ ജസ്റ്റ് ഇങ്ങനെ മൂളിപ്പാട് പാടിയിട്ട് ചെയ്ത് നോക്കുകൊണ്ടോ. അപ്പോൾ നമുക്ക് ഒരു ഇഷ്ടം തോന്നും കേട്ടോ അതിനോട്. പാട്ടൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാർക്ക് കേട്ടോ. അപ്പോൾ ചെമ്മീൻ എൻ്റെ ഫേവറേറ്റ് ഫിഷാണ് കേട്ടോ. നമ്മൾ അങ്ങനെ എല്ലാ ഫിഷൊന്നും കഴിക്കാറില്ല, ചില ഫിഷ് മാത്രമേ കഴിക്കലുള്ളൂ. അപ്പോൾ ചെമ്മീൻ എൻ്റെ ഫേവറേറ്റ്
ഫിഷാണ്. ചെമ്മീൻ ഇങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെറുതെ ഇങ്ങനെ ഇത് ഫ്രൈ ചെയ്തത് ഇങ്ങനെ പെറുക്കി തിന്നുന്നത് ഭയങ്കര രസമാണ്. പിന്നെ ഇത് നമുക്ക് റോസ്റ്റ് ആക്കുക, അങ്ങനെ എല്ലാതും ചെയ്യട്ടോ. ഇതിൻ്റെ മസാല ഭയങ്കര ടേസ്റ്റാണ്. വളരെയധികം ഒരു ആരോഗ്യ ഗുണം നൽകുന്നൊരു ഫിഷാണ് കേട്ടോ ഇത്. ചെമ്മീൻ എന്ന് പറയുന്നത് നമ്മളെ ഒരു അത്ഭുതകരമായ ഒരു ഫിഷാണ്. ശരീരഭാരം കുറയ്ക്കാനും പ്രോട്ടീനുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു മീനാണിത്. ചെമ്മീൻ കഴിക്കുന്നത് വഴി കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ എത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നത്, അതായത് ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു യോജിച്ചൊരു കടൽ വിഭവമാണ് ഇത്. നമുക്ക് ഫിഷൊക്കെ കഴിക്കാൻ പോയാൽ നമ്മളെ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ മാത്രം കേട്ടോ. ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ മീനൊക്കെ വാങ്ങി കഴിക്കാവുന്നതാണ്. അതേപോലെ ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ചെമ്മീൻ എന്ന് പറയുന്നത്. ചെമ്മീൻ ആഴ്ചയിൽ ഒരിക്കലോ ദിവസമോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിൽക്കുന്നുണ്ടോ കേട്ടോ. അപ്പോൾ അതിലൊക്കെ മാറ്റം സംഭവിക്കും. കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താനും അതേപോലെ കണ്ണിൻ്റെ മറ്റ് പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഒക്കെ നമ്മളെ ചെമ്മീൻ നല്ല സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സവിശേഷ ഗുണമുള്ള ഒരു ഫിഷാണ് നമ്മളെ ചെമ്മീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോരി എടുക്കുകയാണ്. ജസ്റ്റ് ഈ വുഡിൻ്റെ സ്പൂൺ ആയോട്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ വറുത്തിട്ട് കോരിയും കിട്ടാത്തത്. അപ്പോൾ നമ്മൾ പതുക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലിങ്ങനെ ഉരുസി പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഒരു വിധത്തിലൊക്കെ കോരി എടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചെമ്മീൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ചൊക്കെ കൈയിട്ട് വരക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല പോലെ ചൂടാവണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4-5 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതാക്കി അരിഞ്ഞെടുത്തുകൊണ്ടാണ് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴറ്റി കിട്ടും കേട്ടോ. അപ്പോൾ അതൊരു ടിപ്പാണ്. അതേപോലെ തക്കാളി വട്ടത്തിൽ അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് വഴറ്റി കിട്ടും. അതൊക്കെ നമ്മളെ കുക്കിങ്ങിൻ്റെ ഒരു ടിപ്സാണ് കേട്ടോ. ഇനി നമുക്കത് നല്ലപോലെ വഴറ്റണം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇട്ടുകൊടുത്തിട്ടുള്ളൂ കേട്ടോ, നമ്മൾ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൽ തീരെ ഉപ്പില്ലാത്ത കാരണം പിന്നെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളത് ജസ്റ്റ് വഴറ്റി കഴിഞ്ഞാൽ നമുക്കതിൽ അതൊന്ന് മൂടി വെക്കാം കേട്ടോ. കാരണം പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് മൂടി വെക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മസാലകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതൊക്കെ അവിടെ തന്നെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ടൈം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും പിന്നെ ജിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലി പേസ്റ്റാണ് കേട്ടോ അത്. പിന്നെ ഗരം മസാലയും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ വഴറ്റണം കേട്ടോ. അപ്പോൾ ചിലവർ മസാല എന്ന് പറയുമ്പോൾ ചിലവർ തക്കാളി ആദ്യം ഇട്ട് കൊടുത്തിട്ടായിരിക്കും മസാല ഉണ്ടാക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഇട്ടാലുള്ളൂ കേട്ടോ ശരിക്കൊരു ടേസ്റ്റ് കിട്ടുക. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്താലുള്ളൂ മസാലയ്ക്ക് കുറച്ച് വെന്ത് കിട്ടുക. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അടി പിടിക്കുമോ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ മസാല നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ല പോലെ വഴറ്റുന്നത്. ഉള്ളി എത്രത്തോളം ആടുന്നോ അപ്പോൾ അത്രത്തോളം ടേസ്റ്റ് നമ്മളെ ഒരു ഇതിലുണ്ടാവും കേട്ടോ, നമ്മളെ ഈ ഒരു മസാലക്ക്. അപ്പോൾ നമ്മൾ നല്ല പോലെ വഴറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ അരി വേവിച്ചെടുക്കുന്നത് അടുപ്പത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കലത്തിൽ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് കറുവപ്പട്ട, ഏലക്കായ, ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ തിളച്ച ശേഷം നമുക്ക് അതിലേക്ക് അരിയിട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ അപ്പോൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ടിപ്സ് മറക്കണ്ട, വട്ടത്തിൽ അരിഞ്ഞെടുത്തത്. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ 1 മിനിറ്റിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഞാൻ അതിലെങ്ങനെ ഉണ്ടാക്കുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ
ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് കുറച്ച് നേരം വഴറ്റിയ ശേഷം നമുക്കിത് മൂടി വെക്കാം കേട്ടോ. എന്നാൽ ഇത് പെട്ടെന്ന് വാടിക്കിട്ടും. നമ്മളിവിടെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അരി കഴുകിയിട്ടുണ്ടായിരുന്നു. അരി കഴുകി കുറച്ച് നേരം കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈം മാത്രം കേട്ടോ. എന്നിട്ട് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് നേരം മതി ഇതൊന്ന് കുതിർക്കാൻ കേട്ടോ. കാരണം നല്ലോണം കുതിർത്താൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് അധികം തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ പാത്രത്തിലുള്ളത് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ടേസ്റ്റ് ഒന്നും കൂടി ടേസ്റ്റ് എനിക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ആ തൈരൊക്കെ നമ്മൾ മസാലയിൽ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മസാല ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ സുർക്ക എന്നാണ് കൂടുതലായിട്ടും പറയാം. നിങ്ങളുടെ നാട്ടിൽ വിനാഗിരി എന്നായിരിക്കും പറയുന്നുണ്ടാവുക. നമ്മുടെ മലപ്പുറത്ത് ഏകദേശം അധികം ആളുകളും സുർക്ക തന്നെയാണ് പറയുന്നുണ്ടാവുക. അപ്പോൾ മസാലയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഫ്രൈ ചെയ്ത് വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ചെമ്മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെമ്മീൻ പൊരിച്ചപ്പോൾ ചുങ്ങി പോയതാണ് കേട്ടോ. അപ്പോൾ ഈ ചെമ്മീൻ നമ്മളെ മുടിക്കൊക്കെ നല്ല ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. നമ്മളെ ക്യാൻസറിനെ ചെറുക്കാനും മുടി കൊഴിച്ചിലിനും ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്. പിന്നെ ഹൃദ്രോഗം, അസ്ഥികളുടെ ആരോഗ്യത്തിനും തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ചെമ്മീൻ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഫുഡിൽ ഉൾപ്പെടുത്തിയാൽ നല്ലൊരു കാര്യം കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ മസാലയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. കാരണം നമ്മളെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചോറ് വെന്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ചോറിൻ്റെ കാര്യം നോക്കാൻ പോവാം. അപ്പോൾ നമ്മളെ ചോറ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് മസാല നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്ന് ഏകദേശം അധികം മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് അടിയിൽ മാത്രം ഒരു പേരിന് ഇട്ടെന്ന് തന്നെ ഉള്ളൂ. ഇനി അതിലേക്ക് വേണ്ടതാണ് നെയ്യ്. നമ്മളിവിടെ മിൽമയുടെ ഗീയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മിൽമയുടെ നെയ്യ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നെയ്ച്ചോർക്കും ബിരിയാണിക്കൊക്കെ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ചോറൊക്കെ വാർന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ബിരിയാണിയുടെ ലാസ്റ്റ് ഘട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ ദമ്മിടുന്ന പരിപാടിയാണ് കേട്ടോ. ലെയറായിട്ടാണ് കേട്ടോ നമ്മൾ ദമ്മിടുന്നത്. എല്ലാവരും ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും. മസാല ചോറ് പിന്നെ മസാല ചോറ് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരും ഏകദേശം ദമ്മിടുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ചോറ് പരത്തി കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നെയ്യ് അങ്ങനെ ലെയറായിട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്നും ഇങ്ങനെ തൂവി കൊടുത്താൽ മതി കേട്ടോ. കാരണം ചിലർക്ക് നെയ്യ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോന്നില്ല. പിന്നെ നമ്മൾക്ക് കംഫർട്ടിനനുസരിച്ചിട്ടോ നിങ്ങൾ നെയ്യ് ചേർത്ത് കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. കാരണം ചിലപ്പോൾ ചില കുട്ടികൾക്കൊന്നും നെയ്യിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടപ്പെട്ടോണമെന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാ ലെയറും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് കിസ്മിസും കാഷ്യൂ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അതായത് ഡ്രൈ ഗ്രേപ്പ്, ഉണക്കമുന്തിരി എന്നൊക്കെ പറയട്ടെ. അപ്പോൾ നമ്മൾ ബദാമും കാഷ്യൂ നട്ടും ഒക്കെ ജസ്റ്റ് പൊടിച്ച് വെച്ചൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കേക്കിക്ക് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ജസ്റ്റ് പൊടിച്ച് വെക്കാറുണ്ട്, അതായത് ജ്യൂസിലേക്കും അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ പൊടിച്ച് വെച്ച് ഇതുണ്ടായിരുന്നു കേട്ടോ, പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ
അത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടുതലായിട്ട് നെയ്യിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ജസ്റ്റ് ഏലക്കയുടെ വെതറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മലബാരി ചെമ്മീൻ ബിരിയാണി, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളതൊന്ന് ജസ്റ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ദമ്മ് ചെയ്തെടുക്കുക കേട്ടോ. നമുക്കതൊന്നൊരു ജസ്റ്റ് അപ്പോൾ നല്ലൊരു സ്മെല്ലും അതിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടും. ഇതന്നെ ശരിക്കും 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചൂടാക്കി കഴിക്കുകയാണെങ്കിൽ ഇതൊക്കേറെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ പിറ്റേ ദിവസമൊക്കെ ഇത് ചൂടാക്കി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് കിട്ടാറുണ്ട്. ഈ ചെമ്മീൻ ബിരിയാണി ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും തികഞ്ഞില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷമാണ് ലാസ്റ്റാണ് നമ്മൾ ഒരു കാര്യം മറന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് മല്ലിച്ചപ്പ് ഇട്ടെടുക്കുന്നത്. മല്ലിച്ചപ്പ് പൊതിനി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു. അത് നമ്മൾ ജസ്റ്റ് മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഇട്ട് കൊടുക്കണതാണ്. അങ്ങനെ നമ്മളെ രുചിയേറിയ സ്വാദിഷ്ടമായ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ, രുചിച്ച് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മസാല ഒന്നും നമ്മൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ല പോലെ ഇളക്കണം കേട്ടോ. നമ്മൾ മസാല ശരിക്കും ഈ ചോറിൽ പിടിക്കുന്ന വിധത്തിൽ ഇളക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട് നല്ല ആവി പറക്കുന്ന ചെമ്മീൻ ബിരിയാണി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ പരമാവധി ഇത് ലെങ്ത്ത് കുറച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ട്, കുറേ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ നമ്മൾ ലഞ്ചിന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെമ്മീനും പിന്നെ കുറച്ച് ചോറും പിന്നെ കുറച്ച് സാലഡും പിന്നെ കുറച്ച് നമ്മളെ നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. നല്ല മിക്സഡ് ഫ്രൂട്ടുള്ള ഒരു അച്ചാറായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അച്ചാറ്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.